ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളൊരു സ്റ്റഡി വ്ലോഗാണ് ഇടുന്നത്. ഇപ്പോൾ സമയം 11:20 നാളെ ഒരു ടീപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷിനെ ഗ്രാമർ ഫുള്ള് ടീപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പഠിക്കാം. ഞാൻ പ്രത്യേകിച്ച് സ്റ്റഡി ടേബിളായിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കത്തുള്ളൂ അങ്ങനെ ഇരിക്കുന്നില്ല. അങ്ങനെയല്ല, ഞാനിപ്പോഴും പല സ്ഥലത്താണ് ഇരിക്കുന്നത് പഠിക്കാൻ. എനിക്ക് എവിടെയാണ് ഇഷ്ടം അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പഠിക്കാം, സിറ്റിൽ പഠിക്കാം, കട്ടിൽ ചെയ്ത് പഠിക്കാം, റൂമിലെ ടേബിളിൽ ഇരുന്ന് പഠിക്കാം, എവിടെ വേണമെങ്കിലും ഞാൻ പഠിക്കും. മീൻസ് അങ്ങനെയല്ല, എനിക്കിഷ്ടമുള്ള എവിടെയാണ് അവിടെ ഇരുന്നാണ് ഞാൻ പഠിക്കുന്നത്. ഞാനിപ്പോൾ സെറ്റിലിരിക്കണം ഹാളിൽ. അപ്പം പഠിക്കാൻ തുടങ്ങാം. ഗ്രാമർ കാണിക്കാം. എത്ര ഉണ്ട്. അപ്പം നമുക്ക് ഇന്നുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം, കാരണം നാളെ ടീപ്പിൻ്റെതാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ ടൈപ്സ് ഓഫ് നൗൺസ് പഠിക്കാം. ലൈക്ക് 8ാം ക്ലാസ് വെച്ച് ഞങ്ങൾക്ക് ഗ്രാമർ കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 9ലായപ്പോൾ മറ്റേ പാർട്സ് ഓഫ് സ്പീച്ചൊക്കെ 8ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ട്, അപ്പോൾ 9ലായപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചൊക്കെ കുറച്ചൊക്കെ വായിച്ചു നോക്കിയാലും മതി. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ മാത്രമായിട്ട് തന്നെ എക്സാം ഇട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ എല്ലാ എക്സാമിനും ഇതുപോലത്തെ ഗ്രാമർ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും പഠിച്ചാകുമ്പോൾ പിന്നെ ഓക്കെ ആയി വരുമല്ലോ. കൂടുതലും പഠിക്കുന്നത് ചാറ്റ് ജിപിടിയോട്. ചാറ്റ് ജിപിടിയോട് പറയുന്നത് അതൊക്കെ ചാറ്റ് ജിപിടി കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും, ഡൗട്ട് എന്തെങ്കിലും ആണെങ്കിൽ. അപ്പോൾ അവർ പറഞ്ഞു തരും. നല്ല ചാറ്റ് വി ആർ ലക്കി. ആൻഡ് ഗൈസ്, ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എൻ്റെ വോയിസ് എല്ലാം ക്ലിയർ അല്ലെന്ന് ഞാൻ അറിയുന്നത്. സോ ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. ആൻഡ് എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇത് ക്ലാസ് ടെസ്റ്റ് ആയതുകൊണ്ട് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം എക്സാമിനൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അത് ആ രീതിയിലാണ് വരുന്നത്. ഇതിപ്പം നമ്മളോട് ചോദിക്കുവാണോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ബട്ട് ഐ എം ജസ്റ്റ് സ്റ്റഡിയിങ്. ഫിഗേഴ്സ് ഓഫ് ദ സ്പീച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സമയം 11:45. ഇപ്പം നമ്മൾ തുടങ്ങിയത് 11:20. അപ്പം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഇനിയും പഠിക്കാനുള്ളത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ്. അത് കുറച്ചും കൂടെ ഉള്ളൂ. ബട്ട് അത് നമ്മൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ഒക്കെ നമുക്ക് ലാസ്റ്റ് പഠിക്കാം. അത് ഈയിടെ പഠിപ്പിച്ച കേട്ടോ. അപ്പം കുറച്ച് ഇതാണ്. അപ്പോൾ അത് അതിൻ്റെ റൂൾസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും കഴിഞ്ഞ് നമ്മൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസും സ്ട്രക്ചർ ഓഫ് സെൻറ്റൻസും പിന്നെ ടൈപ്സ് ഓഫ് ക്ലോസസ്, സെൻറ്റൻസ്, ഫ്രേസ്, ക്ലോസ്, ടൈപ്സ് ഓഫ് ഫ്രേസ് അതെല്ലാം പഠിച്ചിട്ടുണ്ട്. അതൊക്കെ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് പഠിക്കാം. പക്ഷേ നമുക്ക് റെസ്റ്റ് എടുക്കാം. ഞാനിപ്പോൾ വെളിയിലിറങ്ങി ദേ ഇവിടെ എത്തി കിടക്കുന്നുണ്ട്. ഹായ്, ഹലോ. ഇതാണ് ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള സ്മോൾ വൺസ് കേട്ടോ. പക്ഷെ ഇതുവരെയായിട്ട് ഞങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു പേരിട്ട് കൊടുത്തിട്ടില്ല. ഇവിടെ ഒരുത്തി കിണറ്റിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. ഇവളുടെ സ്വഭാവങ്ങൾ എപ്പോഴും ഞാൻ വീഡിയോ ഇടുമ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഇവൾ ഭയങ്കര സംസാരക്കാരിയാണ്. അതിപ്പോൾ ഇല്ലെന്നേ ഉള്ളൂ, അല്ലാതെ എപ്പോഴും ഭയങ്കര സംസാരക്കാരിയാണ് കേട്ടോ. ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഒരു ദിവസം ഇടുന്നതാണ്. കുറച്ച് വെള്ളം കുടിക്കും. ഇപ്പോൾ 1:50 മീൻസ് നമ്മൾ ആകെ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടുള്ളേ. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻറ്റൻസും അതിൻ്റെ ടൈപ്സും ആണ്. സെൻറ്റൻസ് പഠിച്ചു, ടൈപ്സ് ഓഫ് സെൻറ്റൻസ് പഠിച്ചു, പിന്നെ സ്ട്രക്ചേഴ്സ് ഓഫ് ദ സെൻറ്റൻസ് പഠിച്ചു. പിന്നെ ഇനി ടൈപ്സ് ഓഫ് ക്ലോസസും ഫ്രേസും പഠിക്കാൻ. ഫ്രേസ് കുറച്ച് പാടാണ്. മീൻസ് പഠിച്ചാൽ കിട്ടും, ബട്ട് ഇപ്പം മടിയാട്ടോ. ടൈപ്സ് ഓഫ് ക്ലോസസ് പഠിക്കാം, പിന്നെ റൂൾസ് പഠിക്കാം, എന്നിട്ട് ഫ്രേസ് പഠിക്കാം. എന്താണ് പ്ലാന്? ക്യാമറ നോക്കി എൻ്റെ വെയിൻസ് കാണിക്കുകയാണ്. എവിടാ വെയിൻസ് എന്ന് അറിയത്തില്ല കേട്ടോ. പുറത്തിങ്ങനെ കാണത്തില്ല കേട്ടോ, മാത്രമാണ് ഇങ്ങനെ.
പുതിയൊരു ട്രെൻഡ് ഇല്ലേ മറ്റേ ലെഫ്റ്റ് ടു അങ്ങനെ എന്തോ ഒരു പറഞ്ഞു ആ ഒരു പാട്ട് അറിയാലേ, അറിയാമെങ്കിൽ അത് ആ ഒരു സ്റ്റെപ്പ് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെയായിട്ട് ആ മറ്റേ ഏകദേശം ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ എനിക്കൊരു വീഡിയോ എടുക്കണമെന്നുണ്ട്. ബട്ട് ഞാൻ അത് ഇതുവരെ പ്രാക്ടീസ് ചെയ്തില്ല. അപ്പം നമുക്ക് ചെറുതായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഇടയ്ക്ക് കേട്ടോ. ആ ഗൈസ്, ഞാൻ ഇത് പറഞ്ഞവളുടെ സംസാരം ഞാൻ കാണിക്കാം. ഇപ്പം മിണ്ടുന്നില്ലേ? ആ ഓക്കെ, പറഞ്ഞോ. ആ പറ. ആ അതല്ല, കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. ഇങ്ങനല്ല ശരിക്കും. ഇവള് എപ്പോഴും എൻ്റെ ചേട്ടായുടെ അടുത്ത് എപ്പോഴും ചെല്ലും, ഇന്ന് എന്തെങ്കിലും പറയും. ദിവസം ഒരു സമയമെങ്കിലും ചെല്ലും. പറ, ബാക്കി പറ. ഇത് കാക്ക പോയി അതിന്റെ കാർച്ച. പറ. ഏ ആ ആ നമുക്ക് കുറച്ച് ഡേറ്റ്സ് എടുത്ത് കഴിക്കാം. ഡയറ്റും അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ ചുമ്മാ ഈന്തപ്പഴം എടുത്ത് കഴിച്ചാൽ. ഇപ്പോൾ 12:50 ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ചോറെടുത്ത് കഴിക്കാം. ഇപ്പോൾ ഈന്തപ്പഴം എടുത്ത് കഴിക്കാം. 3 ഉണ്ടായിരുന്നു, ഞാൻ 1 അമ്മയ്ക്കും എടുത്തു. ഷെയറിങ് ഇസ് കെയറിങ്. ഇനി ആകെ ഉള്ളത് ടൈപ്സ് ഓഫ് ഫ്രീസേഴ്സ് മാത്രമാണ്. സോ അത് പിന്നെ നമുക്ക് കഴിക്കാം. ഞാൻ ചോറുണ്ണാൻ പോവാണ്. എനിക്ക് മാങ്ങാ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പഠിക്കാം. വേറെ ഒന്നും പഠിക്കാനില്ല, കാരണം ഇത് 9ാം ക്ലാസ് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിക്കുന്നില്ല, തുടങ്ങിയതേ ഉള്ളതുകൊണ്ട്. കാരണം വേറെ ക്ലാസ്സുകാർക്ക് 7 വരെയുള്ള ക്ലാസ്സുകാർക്ക് വേറെ എക്സാം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളുടെ നേരത്തെ കഴിഞ്ഞായിരുന്നു. ഇപ്പം നമുക്കിപ്പോൾ 9 ക്ലാസ് തുടങ്ങിയല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും പഠിക്കാനില്ല. അങ്ങനെ മാത്സിൻ്റെ എന്തോ ഹോംവർക്ക് ഒക്കെ ഉണ്ട്. പിന്നെ അത് ഞാൻ ചെയ്തു. പിന്നെ ഇത് ഇംഗ്ലീഷിൻ്റെ ഇത് പഠിക്കാനുള്ളായിരുന്നു. കഴിച്ചെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ കഴിച്ചുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ വയറൊന്നും എടുത്തേച്ച് കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇനി ഡാൻസ് കളിക്കാൻ പറ്റില്ല, ഇനിയും ഇപ്പോൾ വയറ് ഒളുക്കും. അതുകൊണ്ട് ഇപ്പോൾ കളിക്കുന്നില്ല. അപ്പം കുറച്ചൊന്ന് പഠിക്കാം. ഫ്രേസസ് പഠിച്ചുകൊണ്ട് നമ്മൾ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മൾ ഏകദേശം ഞാനത് നോക്കിയിട്ട് എനിക്ക് ആ ഫ്രേസ് എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ മനസ്സിലായില്ല. മീൻസ് എനിക്കിപ്പം പഠിക്കാൻ തോന്നുന്നില്ല, ആ ഒരു മൂഡില്ല. അപ്പം ഞാനത് പിന്നെ വല്ലതും പഠിക്കാൻ ഓർത്തു. ഇപ്പം ഞാൻ ഇനി എൻ്റെ മറ്റേ ഡാൻസ് എടുക്കണം. അപ്പം അത് ഞാൻ ഇന്നോ നാളെയോ അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ. എപ്പോഴേലും ഒന്നും ഇടാം. ഈ ആഴ്ച ആയിരിക്കും എനിക്ക് അടുത്ത ആഴ്ച ഇടാമെന്ന് എനിക്ക് പറഞ്ഞത്. ട്രെൻഡ് കഴിയുമ്പോഴേക്കും ഞാൻ ഇടുന്നത്. 2 ഡാൻസ് എടുക്കണം എന്നാണ് വിചാരം. 3ാമത്തെ തവണ എനിക്ക് പഠിക്കണം എന്നുണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അടുത്തായിട്ട് പഠിച്ചിട്ട് ഒരാളെ കാണിക്കാം. യെസ്, ബൈ ബൈ. ഇവളുടെ പേര് ഷിട്ടുവാണേ, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ബൈ ബൈ ഗൈസ്. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ 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 ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സ്റ്റഡി ബ്ലോഗ് എങ്ങനെയുണ്ട്? ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ സ്റ്റഡി ബ്ലോഗ് ഒക്കെ ഇടുന്നത്. അപ്പം അതിൻ്റെ ഉള്ള ഒരു ചെറിയ മിസ്റ്റേക്സ് ഒക്കെ കാണും. അപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം. ഓക്കെ, ബൈ ബൈ.